ബഹുമാനപ്പെട്ട തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡി കേരളത്തിലെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനെ നീ പോ മോനെ വിജയ എന്ന് ആക്ഷേപിച്ചത് ഒട്ടും ശരിയായിട്ടില്ല. അദ്ദേഹം അത് പിൻവലിക്കണമെന്നുള്ളതാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത്. കേരളത്തിൻ്റെ പ്രിയപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനെതിരായി തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡിയും കോൺഗ്രസ് നേതൃത്വവും നടത്തുന്ന അങ്ങേറ്റം നീചവും രാഷ്ട്രീയ മര്യാദകൾ ലംഘിക്കുന്നതുമായ പരാമർശങ്ങൾ ശക്തമായി അപലപിക്കുകയാണ്. ശ്രീ പിണറായി വിജയൻ ആരാണെന്ന് രേവന്ത് റെഡ്ഡിയെ പോലുള്ളവർക്ക് ഒരുപക്ഷെ അറിയില്ലായിരിക്കും. അദ്ദേഹത്തിൻ്റെ ഈ പദപ്രയോഗത്തിലൂടെ LDFിൻ്റെ അന്തസ്സ് വർദ്ധിക്കുകയും കോൺഗ്രസ് സംസ്കാരം പുറത്തു വരികയും ചെയ്തിരിക്കുകയാണ്. കേരളത്തിലെ ജനങ്ങൾക്കൊപ്പം നിന്ന് അവരുടെ ഓരോ വികാരവും തൊട്ടറിഞ്ഞ് പ്രവർത്തിക്കുന്ന ജനനായകനാണ് പിണറായി വിജയൻ. RSSനോടും BJPയോടും വിട്ടുവീഴ്ചയില്ലാത്ത പോരാട്ടം നടത്തുന്ന ഇന്ത്യയിലെ ഏറ്റവും കരുത്തറ്റ കമ്മ്യൂണിസ്റ്റ് മുഖമാണ് അദ്ദേഹം. ഇത്തരം പ്രസ്താവനകളിലൂടെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി അപമാനിക്കുവാൻ ശ്രമിക്കുന്നത് സൂര്യന് നേരെ തുപ്പുന്നതിന് തുല്യമാണ്. BJPയുടെ B ടീം എന്ന മുഖ്യമന്ത്രിയെ വിളിക്കാൻ ശ്രമിക്കുന്ന കോൺഗ്രസ് ഒരു കാര്യം ഓർക്കണം. RSSൻ്റെ വർഗീയ അജണ്ടകൾക്ക് കേരളത്തിൻ്റെ മണ്ണിൽ അണക്കെട്ട് നിർമ്മിച്ചത് പിണറായി വിജയനാണ്. രാജ്യത്തിൻ്റെ പല ഭാഗത്തും കോൺഗ്രസ് നേതാക്കൾ BJPയിലേക്ക് ചേക്കേറുമ്പോൾ ഒരു തരമ്പ് പോലും മാറാതെ നെഞ്ചു വിരിച്ചു നിന്ന് പോരാടുന്നത് കേരളത്തിൻ്റെ ഇടതുപക്ഷമാണ്. നിയമത്തെ ഞങ്ങൾ പോരാടുന്നത് BJPയെയും അവരുടെ വർഗീയ രാഷ്ട്രീയത്തെയും പരാജയപ്പെടുത്താനാണ്. എന്നാൽ കോൺഗ്രസ് ഇവിടെ ആർക്ക് വേണ്ടിയാണ് കളിക്കുന്നത്? കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയെ അപമാനിക്കുന്നതിലൂടെ BJP വഴിമരുന്നിട്ട് കൊടുക്കുകയാണ് കോൺഗ്രസ് ചെയ്യുന്നത്. കേരളത്തിൻ്റെ വികസന നായകനെതിരെ തെറ്റായ പ്രചരണങ്ങൾ നടത്തി ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാമെന്ന് ആരും കരുതേണ്ട. കേരളത്തിലെ ജനങ്ങൾ, പ്രത്യേകിച്ച് നേമത്തെ വോട്ടർമാർ ഇതിന് മറുപടി നൽകും. രേവന്ത് റെഡ്ഡി തൻ്റെ രാഷ്ട്രീയ വിഡ്ഢിത്തരങ്ങൾ ഹൈദരാബാദിൽ വച്ചാൽ മതി, കേരളത്തിലെ മണ്ണിൽ അത് ചിലവാവില്ല. ബഹുമാനപ്പെട്ട രേവന്ത് റെഡ്ഡിയുടെയും ചോദിച്ചോട്ടെ, അങ്ങേക്ക് ചെന്ന് UPയിൽ ചെന്ന് അവിടുത്തെ മുഖ്യമന്ത്രി ഈ പദപ്രയോഗങ്ങൾ ഉപയോഗിക്കാൻ പറ്റുമോ? എങ്കിൽ അങ്ങ് അത് പറയണം. ഗുജറാത്തിൽ ചെന്ന് അങ്ങയ്ക്ക് ഈ പദപ്രയോഗങ്ങൾ ഉപയോഗിക്കാൻ വേണ്ടി പറ്റുമോ? അങ്ങയ്ക്ക് ധൈര്യമായി ഇതേപോലുള്ള പദപ്രയോഗങ്ങൾ ഉപയോഗിക്കാൻ പറ്റുന്ന ഏക സംസ്ഥാനം ഇന്ന് ഇന്ത്യയിൽ കേരളം മാത്രമാണെന്ന് ഓർമ്മ വേണം. ഇവിടെ എന്നും അങ്ങയ്ക്ക് സംസാരിക്കാം, ധൈര്യമായി സംസാരിക്കാം. എന്തിന് അദ്ദേഹം പറഞ്ഞ അങ്ങയ്ക്ക് ചെന്നൈയിൽ ചെന്ന് തമിഴ്നാട് മുഖ്യമന്ത്രി ഈ രൂപത്തിൽ സംസാരിക്കാൻ പറ്റൂ? മുഖ്യമന്ത്രിക്കെതിരായി ഈ അധിക്ഷേപങ്ങൾ കോൺഗ്രസിന്റെ രാഷ്ട്രീയ പാപ്പരത്വമാണ് വ്യക്തമാക്കുന്നത്. നിയമമണ്ഡലത്തിൽ ഇരട്ടപ്പൂട്ടിട്ട് പൂട്ടുമെന്ന് മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചതിൻ്റെ പകരം വീട്ടലാണ് ഈ രൂപത്തിലുള്ള ആക്ഷേപം. യഥാർത്ഥത്തിൽ പിണറായി വിജയൻ്റെ രാഷ്ട്രീയ പാരമ്പര്യവും പ്രവർത്തനവും വെച്ച് നോക്കുമ്പോൾ നമ്മുടെ നാട്ടിൽ പറയുന്നൊരു വാക്കുണ്ട്, ഓരോരുത്തരുടെ തരത്തിൽ പോയി കളിക്കെന്ന് പറയുന്നൊരു വാക്കുണ്ട്. അതാണ് മലയാളിക്ക് പറയാനുള്ള മറുപടി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.